ഫോനൊന്നും ഇവിടെ പിടിക്കേണ്ട കാരണം ഇവിടെ ഒട്ടിച്ച് വെച്ചേക്കാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിപെൻഡന്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കേണ്ടാവും ഞാനെന്താണ് ഇപ്പോൾ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചെടുക്കണേന്ന്. സെൽഫി സ്റ്റിക്കല്ല വടി, ചുമ്മാ ഒരു രസം. അപ്പോൾ ഇതേപോലത്തെ ഒരു കാര്യമില്ലാത്ത മണ്ടത്തരത്തിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക. പ്രത്യേകിച്ചൊരു കാര്യമില്ലാത്ത കുറേ നമ്മൾ സ്റ്റോറികൾ ഇതുപോലെ വെറുതെ ചെയ്തിട്ടുണ്ട്. അതായത് എക്സാമ്പിൾ ഇതേ ഈ സംഭവം വെറുതെ കയറുന്ന എക്സോസ്റ്റ് ഫാനിൻ്റെ മുകളിൽ ചായ ഗ്ലാസ് വയ്ക്കുക, ടേപ്പ് വയ്ക്കുക, ഇതുപോലെ ടയർ വയ്ക്കുക, അതൊക്കെ ഒരു രസം. അപ്പോൾ ഇതുപോലത്തെ ചുമ്മാ ഒരു കാര്യമില്ലാത്ത കാര്യം കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക, സ്റ്റോറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ തന്നെ 2-in-1 വീഡിയോ ആണ്. അതായത് രണ്ട് സംഭവം വീണ്ടും രണ്ട് സംഭവം ഒരൊറ്റ വീഡിയോയിൽ. അതായത് ഒരെണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഡൈനോ ഗെയിം ഉണ്ടല്ലോ, നെറ്റൊക്കെ പോകുമ്പോൾ വരുന്നത്, അത് നമ്മൾ സാധാരണ ഞെക്കി ഇങ്ങനെ കളിക്കണം. ഇതെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൈനോൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചാടും. ഒരു ഗെയിം കളിക്കുന്ന റോബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനത്തെ ഒരു അടിപൊളി ഗെയിം കളിക്കുന്ന റോബോട്ടാണ് ഫസ്റ്റത്തെ തിങ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ആ ഗെയിമിനെ ടഫാക്കുകയാണ്. നോർമലി നമ്മുടെ സ്പേസ് ബാർമ ഞെക്കി കളിക്കേണ്ട ഗെയിം നമ്മൾ ക്ലാപ്പ് ചെയ്ത് കളിക്കേണ്ട രീതിക്കാക്കി. എല്ലാവരും സബ്സ്ക്രൈബും ചെയ്തേക്കാം, ലൈക്കും ചെയ്തേക്കാം, കമൻറ്റും ചെയ്തേക്കാം. ഇനിയും ഇതുപോലത്തെ കിണ്ണം കാച്ച് വീഡിയോസ് വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആണ് കേട്ടോ. ഇനിയും കുറേ യൂസ്ഫുള്ളും ടെക്കും റോബോട്ടിക്സൊക്കെ വരും. അപ്പോൾ കൂടുതലെന്ന് പറയുന്നത് നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, നമുക്ക് മെയിനായിട്ട് വേണ്ട സംഭവം ഇവനാണ്, ആർഡിനോ യുനോ. കുറേ പേര് ചോദിച്ചു, ഇപ്പോൾ ആർഡിനോ ഒക്കെ വെച്ചുള്ള വലിയ വലിയ പ്രൊജക്റ്റുകളാണല്ലോ, റോബോട്ടിക്സ് ടൈപ്പ് എന്ത് പറ്റി, ഇതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചല്ലോ, ലെവൽ കൂടിയോ ചാനല്ലേ എന്നൊക്കെ. വേറെ ഒന്നുമല്ല, പണ്ട് നമുക്ക് ഇതേപോലത്തെ നല്ല ഐഡിയാസൊക്കെ ഉണ്ടായി, വീഡിയോ ചെയ്യണമെന്നുണ്ടായി, പക്ഷേ ഇതിനൊക്കെ നല്ല വിലയായിരുന്നു. അപ്പോഴാണ് നമ്മൾ 𝙬𝙘𝙘𝙤𝙗 എന്ന് പറഞ്ഞ സൈറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ അതായത് പുറത്തേക്കാൾ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. പുറത്ത് ഏതെങ്കിലും സൈറ്റോ കടയിലൊക്കെ നിങ്ങൾ വില ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പുറത്തേക്കാൾ നല്ല രീതിക്ക് വിലക്കുറവുണ്ട്, നല്ല ഓഫറുമാണ് ഇവരുടെ സൈറ്റ്. ആർഡിനോ മാത്രമല്ല, റാസ്ബെറി പൈ, പിന്നെ ഡ്രോണിൻ്റെ ഒക്കെ ചറവറ സാധനങ്ങളുണ്ട്. ഡ്രോണിൻ്റെ മോട്ടേഴ്സും ലീഫും കൺട്രോളറും എല്ലാം ഉണ്ട്. അപ്പോൾ സൈറ്റ് മറക്കണ്ട, 𝙬𝙘𝙘𝙗 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ മാത്രമല്ല, നിങ്ങൾക്ക് ആ സൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം, അല്ലെങ്കിൽ വാങ്ങുന്ന സാധനത്തിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു വാട്സപ്പ് നമ്പർ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഒരു വാട്സപ്പിൽ പോകും. മലയാളീസാണ്, നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വാങ്ങുമ്പോൾ എൻ്റെ കോഡ്, അതായത് ഇതാണ് നമ്മുടെ കൂപ്പൺ കോഡ് D5TECH. ഒരുപാട് പേര് ഇതൊന്നും അടിക്കാണ്ട് പോയി വാങ്ങുന്നുണ്ട്. ഇതുകൂടി അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി വിലക്കുറവുണ്ട്, എന്നാലും കുറച്ചുകൂടി വിലക്കുറവ് കിട്ടും. നിങ്ങൾ ആർഡിനോ മെഗ അതുപോലത്തെ ബോർഡുകളൊക്കെ വാങ്ങുകയാണെങ്കിൽ വയർ ഫ്രീ കിട്ടും. പിന്നെ ആർഡിനോ യുനോ ഇതുപോലത്തെ ബോർഡുകൾക്ക് ഇപ്പം നല്ല വിലക്കുറവുണ്ട്. എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. കോഡ് മറക്കണ്ട, D5TECH കൂപ്പൺ കോഡ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ആർഡിനോ യുനോ ആണ്. നമ്മുടെ ആദ്യത്തെ സംഭവം ആർഡിനോ ആണ്. പിന്നെ വേണ്ട സെർവോ മോട്ടറാണ് കേട്ടോ. ഇത് നോർമലി ഉപയോഗിക്കുന്ന ഒരു ബ്ലൂ കളർ സെർവോ ആണ്. ഇതിന് 3 വയറുകളാണ് കേട്ടോ വരിക. അതായത് ആ റെഡ് കാണുന്നത് VCC, അതായത് 5 വോൾട്ട്, ആർഡിനോൻ്റെ 5 വോൾട്ട് കൊടുക്കണം. മറ്റേത് ബ്രൗൺ കളറാണ്, നിങ്ങളൊരു കറുപ്പായിട്ട് സങ്കല്പിച്ചാൽ മതി, അത് നെഗറ്റീവ് GNDയിലേക്ക് കൊടുക്കുക. അതല്ലാത്തൊരു മഞ്ഞ പോലത്തെ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ കളറൊക്കെ കാണും ചില അത് നമ്മുടെ PWM പിന്ന്, അതായത് പൾസ് വിത്ത് മോഡുലേഷൻ. അതായത് സെർവോ കണക്ട് ചെയ്യുന്ന പിക്ചറാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. ഇതിൽ കാണുന്ന പിക്ചർ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന കോഡുകളും എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും കേട്ടോ. ഇപ്പോൾ കാണിച്ച രീതിക്കാണ് നിങ്ങൾ സെർവോ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു LDR സെൻസറാണ് കേട്ടോ, അതായത് ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ. അതാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതായത് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിയുടെ അനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് മാറിക്കൊണ്ടിരിക്കും. അത്രയുള്ള സംഭവം LDR. ഇത് ചെറുതാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആർഡിനോ ബോർഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഡിജിറ്റൽ പിൻസിൻ്റെ അവിടെ ഒരു വേവ് പോലെ, ഒരു വര പോലെ കാണും. അതാണ് PWM സിഗ്നൽസ്, അതായത് പൾസ് വിത്ത് മോഡുലേഷൻ. നമ്മുടെ സെർവോ എപ്പോഴും റെക്കമെൻഡഡ് ആയിട്ട് അവിടെയാണ് കണക്ട് ചെയ്യാൻ പറയുക. പക്ഷേ അല്ലാത്ത പിന്നിൽ കൊടുത്താലും വർക്ക് ചെയ്യും. അതാ കോണിനൊന്ന് മാറ്റിയാൽ മതി. പക്ഷേ എപ്പോഴും റെക്കമെൻഡഡ് നമ്മുടെ PWM പിൻസാണ്. അതായത് നിങ്ങളൊരു സ്വിച്ച് പെട്ടെന്ന് പോയി ഓൺ ചെയ്തു, പെട്ടെന്ന് പോയി ഓഫ് ചെയ്തു, അപ്പോൾ ആ ലൈറ്റ് കത്തി വരാനും ആ കെടാനും എടുക്കുന്ന ടൈം ഉണ്ടല്ലോ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ആലോചിച്ച് കഴിഞ്ഞാൽ PWM സിഗ്നൽ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതായത് ജസ്റ്റ് ഒരു പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് പോകുന്നു, അത് മില്ലി സെക്കൻഡിൽ ആയി അങ്ങനെ ഇരിക്കും. അതാണ് PWM. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതാണ്. ഇനി നമ്മുടെ LDR എടുക്കുക. LDRൽ ഒരെണ്ണം നേരെ നമ്മുടെ 3.3 വോൾട്ടിലേക്ക് കൊടുക്കുക. ഇപ്പോൾ ഈ കാണുന്ന പച്ചവയർ LDRൽ നിന്ന് വരുന്ന നെഗറ്റീവാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നെഗറ്റീവിൻ്റെ അവിടെ നിന്ന് നേരെ ഒരെണ്ണം നമ്മുടെ ഡിജിറ്റൽ പിന്നല്ല അനലോഗ് പിന്നിലേക്ക് പോവുക. പിന്നെ ഒരെണ്ണം 10K റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ചെയ്യുക, അതായത് GND. ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഡയഗ്രാം വെച്ച് കുറച്ചുകൂടി എളുപ്പത്തിൽ കാണിച്ചു തരാം. അതായത് സംഭവമുള്ളൂ, നമ്മുടെ ആർഡിനോൻ്റെ 3.3 വോൾട്ടിലേക്ക് LDRൻ്റെ ഏതെങ്കിലും ഒരു ലീഡ് കൊടുക്കുക. മറ്റേ ലീഡ് ഒരു 10K റെസിസ്റ്റർ വഴി ഗ്രൗണ്ട് ചെയ്യുക. പിന്നെ LDRൻ്റെ ആ ഒരു ലീഡ് ആ റെസിസ്റ്ററായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ അനലോഗ് ഏതെങ്കിലും ഒരു പിൻ, ഞാൻ A0 കൊടുത്തേക്കാൻ അങ്ങോട്ടേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് LDRൻ്റെ വാല്യൂ റീഡ് ചെയ്യാനുള്ള ഒരു കോഡ് ജസ്റ്റ് കമ്പയർ ചെയ്ത് അപ്ലോഡ് ചെയ്തു. ഈ ഒരു കോഡ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ കാണിക്കുന്ന ഫോട്ടോസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ LDR ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഒരു ലൈറ്റ് അതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ച് അതൊരു വാല്യൂ തരികയാണ്. ഇപ്പോൾ ഹൈ വാല്യൂ ആണ് ലൈറ്റ് വരുമ്പോൾ, ലൈറ്റ് പോകുമ്പോൾ വാല്യൂ കുറയും.
നമ്മുടെ കൈവയ്ക്ക് മിനി വാല്യൂ കുറയും. അങ്ങനെ ലൈറ്റിനനുസരിച്ചാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വാരി ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം നമ്മൾ ഇനി ചെയ്യാൻ പോണ പ്രൊജക്റ്റിൻ്റെ ഏറ്റവും ബേസ് ഇതാണ്. ഇനി ചെയ്യാൻ പോണ പ്രൊജക്റ്റിൻ്റെ കോഡ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ ജസ്റ്റ് ചെറിയൊരു വാല്യൂ മാറ്റണം. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ലൈറ്റ്, സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി വരുന്ന സംഭവം. അതാണ് ജസ്റ്റ് ബേസിക് ആയിട്ട് ഇത് പറഞ്ഞു തന്നെ. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സെർവോൻ്റെ കണക്ഷനും LDRൻ്റെ കണക്ഷനും കൂടി ഒറ്റയടിക്കുക. നമ്മൾ രണ്ടെണ്ണമായിട്ടാണ് ചെയ്തത്, ജസ്റ്റ് മനസ്സിലാവാൻ. രണ്ടും ഈ ഒരു ഡയഗ്രാം പോലെ സിമ്പിളായിട്ട് ഒറ്റയടിക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കണക്ഷനൊക്കെ കഴിഞ്ഞു. അതിന് നമ്മൾ ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ലാപ്ടോപ്പിൽ സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് LDR ഒരു ടേപ്പ് വെച്ചിട്ട് നമ്മളെ ഡൈനോ ഗെയിമിൽ ഇത് ശരിക്കും നിങ്ങൾ നോക്കി ചെയ്യേണ്ടതാണ്. അതായത് ഈ സെർവോ ഇവിടെ കറക്റ്റായിട്ട് ഒട്ടിക്കുക. ഞാൻ അത്ര ബലത്തിൽ ഒട്ടിച്ചിട്ടുള്ള കാരണം കമ്പ്യൂട്ടറിൻ്റെ അവിടെയൊക്കെ വല്ല പാടോ പോറലോ ഇല്ലെങ്കിൽ അപ്പാശയുടെ അതൊക്കെ വരും. നമ്മൾ ആർഡിനോ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സെർവോ വയ്ക്കുന്ന പൊസിഷനും പിന്നെ LDRൻ്റെ വാല്യൂ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കോഡ് കൊടുത്തേക്കാം. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ LDR എവിടെ വയ്ക്കും, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പം ഞാൻ LDR വെച്ചാൽ ഈ ജസ്റ്റ് ഞാൻ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ചതല്ല, നമ്മൾ എവിടെ എത്തുമ്പോഴാണോ ഞെക്കണേ ആ ഒരു കാൽക്കുലേഷൻസിലൊക്കെ എവിടെ വെച്ച് കഴിഞ്ഞാൽ ചാടാൻ പറ്റും. ഇപ്പം നമ്മൾ കോടി കൊടുക്കുന്ന ഡിലേ, അങ്ങനെ ഒരുപാട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു നമ്മൾ LDR എവിടെ വയ്ക്കുന്നുള്ളത്. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ഏറ്റവും ചെറിയ LDR ആണ്. അത് നമ്മൾ പറഞ്ഞില്ലേ ക്ലാപ്പ് ചെയ്യുമ്പോഴുള്ള ഗെയിം, അത് കുറച്ചുകൂടി ടഫാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടി വലിയ LDR ഒക്കെ ഉണ്ട്, അതാണ് ഞാൻ എതിർക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ LDRൻ്റെ ആ വാല്യൂ റീഡ് ചെയ്യാനുള്ള കോഡ് അതൊന്ന് അപ്ലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഒറിജിനൽ കോഡിൽ തന്നെ ആ ഒരു സംഭവം കൂടി ആഡ് ചെയ്ത് മെർജ് ചെയ്ത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ ഒരു കോഡ് ജസ്റ്റ് കമ്പൈൽ ചെയ്യുക. എന്നിട്ട് നേരത്തെ എന്തോ ഇപ്പോൾ കാണില്ലേ വാല്യൂ, നമ്മൾ ടോർച്ച് വെച്ചിട്ടല്ല ആ ഒരു LDR അവിടെ സ്റ്റിക്ക് ചെയ്തു സ്ക്രീനിൽ. ഇപ്പം നിങ്ങൾക്ക് വെള്ള കളറാകുമ്പോൾ ഇവിടെ ഒരു വാല്യൂ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക. കറക്റ്റ് ആ വാല്യൂ അല്ല, ഒരു ഏകദേശം ഒരു ആവറേജ് വാല്യൂ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഇപ്പോൾ ഇത് വെള്ളയാണ്. ആ ഒരു ഒബ്സ്റ്റക്കിൾ അതിൻ്റെ കളറ് ഒരു ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് അല്ല, ശരിക്കും ബ്രൗൺ ആണ്. പക്ഷേ വെള്ളയും ആ കളറിന് വച്ച് നോക്കുമ്പോൾ LDRന്ന് കിട്ടുന്ന വാല്യൂ ഡിഫറെൻ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വെള്ളയിൽ വരുന്ന വാല്യൂവും ബ്ലാക്കിൽ വരുന്ന വാല്യൂവും ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ആ ഒരു വാല്യൂ വെച്ചിട്ട് വേണം കറക്റ്റ് ആ കോഡിൽ കൊടുക്കാൻ. ഞാനിവിടെ കൊടുക്കുന്ന കോഡ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ആയിട്ട് ഒരു കാര്യമില്ല, ആ വാല്യൂ മാത്രം ഒന്ന് മാറ്റാം, ബാക്കി ഒന്നും മാറ്റേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ എത്രയാണോ ബ്രൈറ്റ്നസ് വെച്ചത്, നിങ്ങൾ വല്ല ഐ പ്രൊട്ടക്ഷൻ മോഡ്, ബാറ്ററി സേവർ അതൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ നല്ല രീതിക്ക് വാരി ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് LDR കറക്റ്റ് നോക്കി ആ ഒരു വാല്യൂ എവിടെയാണെന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ആ ഒരു കോഡിൽ അത് അപ്ലൈ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ ഡൈനോ ഓട്ടോമാറ്റിക്കായിട്ട് ചാടും കേട്ടോ. നമ്മുടെ കോഡ് വെറുതെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വീഡിയോ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞ് ഡിസ്ലൈക്ക് ചെയ്താലും പോയരുത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഈ ഒരു സിമ്പിൾ നമ്മൾ ആ ഒരു LDRൻ്റെ വാല്യൂ റീഡ് ചെയ്തിട്ട് എവിടെയൊക്കെ വയ്ക്കുമ്പോൾ എങ്ങനത്തെ വാല്യൂ വരുന്നത് നോക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ കോഡിൽ ആ വാല്യൂ ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തുക. ഞാൻ മാറ്റം വരുത്തേണ്ട വാല്യൂൻ്റെ അവിടെ ജസ്റ്റ് എഴുതി വെച്ചേക്കാം. ജസ്റ്റ് ആ വാല്യൂ ഒന്ന് മാറ്റം വരുത്താം, എന്നിട്ട് മാത്രം അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ സെർവർ പിടിച്ചേക്കണതിൻ്റെ കാര്യം നമ്മുടെ ലാപ്ടോപ്പിൽ അങ്ങനെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ പശയൊക്കെ വരും. എന്തായാലും നമ്മുടെ ഡൈനോ ചേട്ടൻ നല്ല കിണ്ണം കാഴ്ചയായിട്ട് കളിക്കുന്നുണ്ട്. ഓരോ ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ ചാടുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേ ഒബ്സ്റ്റക്കിൾ ഒരുമിച്ച് വരുമ്പോൾ വാല്യൂ കൂടുതൽ കിട്ടി സെർവോ കൂടുതൽ തിരിയാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി നിങ്ങളുടെ കോഡിൽ ആ സെർവോൻ്റെ ഇതും ആ ഒരു LDRൻ്റെ ഇതൊക്കെ മാറ്റം വരുത്തണം, എന്നാലേ ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്വിച്ചൊക്കെ ചിലപ്പോൾ അടിച്ച് പറഞ്ഞ് കിറങ്ങി തെറിച്ചൊക്കെ പോകാം. ഞാൻ കറക്റ്റ് അതൊക്കെ നോക്കി അതിനനുസരിച്ച് കോഡൊക്കെ സെറ്റാക്കി അതിനനുസരിച്ച് ഒരു ആംഗിളാണ് നമ്മുടെ സെർവോ സെറ്റ് ചെയ്തത്. എന്തായാലും ഡൈനോ ചുമ്മാ തീയല്ലേ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ എന്തായാലും സക്സസ്ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും LDR നോർമൽ രീതിക്ക് ഊരി വെച്ചേക്കാണ്. സമയം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞുതരാം. അതായത് ആ ഒരു ഒബ്സ്റ്റക്കിൾ വരുമ്പോൾ അതിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ ഈ ഒരു വാല്യൂവിന് താഴെ അങ്ങനെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറുപ്പ് വരുമ്പോൾ വാല്യൂ കുറയുമ്പോൾ ആ സെർവോ ഓൺ ആവുകയും നമ്മൾ സ്പേസ് ബാർ ഞെക്കുമ്പോഴാണ് നോർമലായിട്ട് ഡൈനോ ചാടുക. ആ സ്പേസ് ബാറുമ്പോൾ നമ്മളെ ആ ഒരു സെർവോൻ്റെ ആ ഒരു ലീഡ് തൊടുകയും സ്പേസ് ബാർ ഞെങ്ങിയ പോലെ ആക്ട് ചെയ്യും. അപ്പോൾ കമ്പ്യൂട്ടർ വിചാരിക്കും നമ്മളവിടെ ഞെക്കിയെന്ന്. സോ ആ ഡൈനോ ചാടും. ഇങ്ങനെയാണ് ശരിക്കും ആക്ച്വൽ വർക്കിംഗ്. ഇനി നമുക്ക് ക്ലാപ്പ് ചെയ്യുമ്പോഴുള്ള സംഭവം ആക്കാം. അപ്പോൾ നമ്മൾ മൈക്കൊന്നും ഉപയോഗിക്കാനുള്ള, ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന LDR തന്നെയാണ് കേട്ടോ.
LDR വെച്ച് എങ്ങനെയാണ് നിങ്ങൾ ക്ലാപ്പ് ഡിറ്റക്ട് ചെയ്യുന്നതെന്ന് കുറേ പേർക്ക് ഡൗട്ട് വരും. സംഭവത്തുള്ളൂ, നമ്മൾ ശരിക്കും ക്ലാപ്പോ അല്ലെങ്കിൽ മൈക്ക് വെച്ചിട്ട് സൗണ്ട് അല്ല ഡിറ്റക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ സെർവോട് ഒട്ടിച്ചാണ് വെച്ചത്. ഇത് ഈ ഒരു ഐഡിയ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെർവോ ഒരു സംഭവത്തിൽ ഒട്ടിച്ചൊക്കെ വെച്ചാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ കൈ കിട്ടിയ സാധനങ്ങൾക്ക് ചൂടായിപ്പ് സെറ്റ് ചെയ്തു. കാരണം ലാപ്പിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ പാട് വരും. ഇത് ശരിക്കും വർക്ക് ചെയ്യുക ഒച്ച വെച്ചിട്ടല്ല. നമ്മൾ LDR മുമ്പിൽ ഒരു കൈ വെച്ച് അടച്ചു കഴിഞ്ഞാൽ അതിന് ലൈറ്റ് കുറയും. ആ തന്നിരിക്കുന്ന കോഡ് കാരണം ആ ഒരു സെർവോ ഓൺ ആവുകയും ചെയ്യും. നമ്മൾ ക്ലാപ്പ് ചെയ്യുമ്പോഴും അതാണ് സംഭവിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒബ്സ്റ്റക്കിൾ വരികയാണ്. അതായത് പെട്ടെന്ന് നമ്മുടെ കൈ വരുമ്പോൾ അതിന് കിട്ടേണ്ട ലൈറ്റ് കുറയാണ്. സോ നമ്മൾ കോഡി പറഞ്ഞ പോലെ തന്നെ ലൈറ്റ് ഒരു വാല്യൂവിനനുസരിച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സെർവോ ഓൺ ആവുകയും ആ സെർവോൻ്റെ ലീഡ് സ്വിച്ചിലേക്കാണ് വെച്ചെന്നുണ്ടെങ്കിൽ സെർവോ പറഞ്ഞ ഡിഗ്രിയിൽ റൊട്ടേറ്റായി ആ ഒരു സ്വിച്ച് അമർത്തുകയും ചെയ്യും. അങ്ങനെയാണ് സംഭവം. അല്ലാണ്ട് മൈക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായിട്ട്, അതായത് ഒരു സെൻസർ, അതായത് LDR സെർവോ അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ കുറേ വീഡിയോസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രമേ മാറുന്നുള്ളൂ. സാധനങ്ങളൊക്കെ സിമ്പിളാണ്. കോഡ് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ LDR നേരെ ഈ ഒരു പാത്രത്തിൻ്റെ അവിടെ വെച്ചു. ഇനി നമ്മുടെ ക്ലാപ്പാണ് ഡിറ്റക്ട് ചെയ്യേണ്ടത്. സ്ക്രീനിൻ്റെ ആ ഒരു ലൈറ്റ് അതല്ല. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മുടെ ക്ലാപ്പ് വരുമ്പോൾ ശരിക്കും അവിടെ ലൈറ്റ് മറിയും. അപ്പോൾ വാല്യൂ ആ ഒരു കോഡ് കാരണം നമ്മുടെ സെർവോ ഓണായി ആ സാധനം നേരെ അടിയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ നേരെ സ്പേസ് ബാറിൻ്റെ അങ്ങോട്ടാണ് ടാർഗറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സ്പേസ് ബാറിൽ നിൽക്കും. അപ്പോൾ ഈ ഒരു സെർവോൻ്റെ ആംഗിളും നമ്മുടെ ആ ലൈറ്റിൻ്റെ അതൊക്കെ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചാലേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഫ്രണ്ട്സ്, ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര സിമ്പിളാണ്, നല്ല പാടാണ്. ഞാൻ ഉപയോഗിച്ച പോലെ ചെറിയ LDR തന്നെ വെച്ച് ചെയ്യുക, വലിയ LDR ഒന്നും എടുക്കരുത്. സംഭവം കാണുന്നില്ല, നല്ല ടഫാണ്. ഇപ്പം കുറച്ചുകൂടി എക്സ്ട്രീം ടഫായിട്ടൊക്കെ. നിങ്ങൾ ക്ലാപ്പ് ചെയ്യണമെന്നില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ഇതേപോലെ കൈ വെച്ചാലും വർക്ക് ചെയ്യും. അതായത് ക്ലാപ്പ് ചെയ്യുമ്പോഴും കൈ ഇങ്ങനെ വെക്കുമ്പോഴും അതിന് മനസ്സിലാവുക ലൈറ്റിൻ്റെ കൂടുതലും ലൈറ്റിൻ്റെ കുറവും, അത് മാത്രമാണ്. അപ്പോൾ ഇതേപോലെ കളിക്കാനാണ് കുറച്ചുകൂടി എളുപ്പം. കൈ അടിക്കൽ നല്ല പാടാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായി നമ്മുടെ ഇന്നത്തെ വീഡിയോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണമെങ്കിൽ ഡിസ്ലൈക്കൊക്കെ ചെയ്യാം. ഞാൻ പറയൂല, ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, മാക്സിമം കമൻറ്റ് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടത്, പുതിയ പുതിയ ഐഡിയാസ്, അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ നിങ്ങളെന്തെങ്കിലും ഒരു പ്രത്യേക ടൈപ്പ് എന്തെങ്കിലും ഐഡിയ അല്ലെങ്കിൽ ഒരു റോബോട്ടിനെ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എന്തുവാടെ ചാടിക്കയറി ഒന്ന് ഫോളോ അടിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്ര പറയാനുള്ളൂ. ചെറുപറ കുറേ റീലുകൾ ഇട്ടുണ്ട്. യൂട്യൂബിലുണ്ട് തന്നെയാണ് അവിടെയും. എന്നാലും അത് കണ്ടില്ലേലും വന്നൊന്ന് ഫോളോ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ മറക്കണ്ട, എന്തെങ്കിലും ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് വാങ്ങാൻ എന്നുണ്ടെങ്കിൽ 𝙎𝙬𝙘𝙬 നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ അവരുടെ വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അടിപൊളിയായിട്ട് ബാക്കി സ്ഥലങ്ങളിലൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ വില കുറവ് കിട്ടും. നമ്മൾ അവിടുന്ന് ഇനിയും കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് വരും. അപ്പോൾ അതിൻ്റെ നല്ല കിണ്ടങ്കാച്ചി കുറേ റോബോട്ടുകളും കുറേ ഓട്ടോമേഷൻസും കുറേ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.